ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ദേഷ്യം ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ എല്ലാവർക്കും പലപ്പോഴായിട്ട് അനുഭവപ്പെടുന്ന ഒരു മാനസിക സമ്മർദ്ദം ആണ്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണ്, വികാരക്ഷോഭമാണ് ദേഷ്യം, കോപം. ഇതെല്ലാം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരോട് ദേഷ്യപ്പെട്ട് ചാടിക്കടിക്കുക, അതിൽ നിന്നൊരു കോപം ഉണ്ടാകുക, ചിലപ്പോൾ ചിലർ ദേഷ്യം വന്ന് പെട്ടെന്ന് ഒരു അടി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഉപദ്രവിക്കുക. ഇങ്ങനതുകൊണ്ടൊക്കെ വളരെയധികം പലതരത്തിലുള്ള ആക്രമണ സാധ്യതകളൊക്കെ സംഭവിക്കാറുണ്ട്. ഈ ദേഷ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആധുനിക ജീവിതത്തിലെ സ്ട്രെസ്, പിരിമുറുക്കം, മാനസിക സമ്മർദ്ദം, ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടാകുന്നത്. കൊണ്ടാണ് ചിലപ്പോൾ മിക്കവർക്കും ദേഷ്യം ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുക, നമ്മൾ വിചാരിക്കുന്നത് എന്തോ അത് നമ്മളിലേക്ക് അടുക്കാതിരിക്കുക, ഇതൊക്കെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നത്. ഈ ദേഷ്യം കൊണ്ട് തന്നെ എന്തുണ്ടാവും? ചിലർക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, ചിലർക്ക് മാനസിക സമ്മർദ്ദം കൂടി ആത്മഹത്യയിലേക്ക് നയിക്കാം. അതുകൊണ്ട് വളരെ ഒരു ചീത്ത വികാരമാണ് ഈ ദേഷ്യം, കോപം എന്ന് പറഞ്ഞാൽ. മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു ഇതാണ് ദേഷ്യം. അതായത് മനസ്സിന് അനുഭവപ്പെടുന്ന താങ്ങാനാവാത്ത മാനസിക വൈഷമ്യം. ആ മാനസിക വൈഷമ്യം ശാരീരികമായിട്ട് നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ ദേഷ്യം ഉണ്ടാവുക. കണ്ണൊക്കെ ചുവന്ന്, ചുണ്ടൊക്കെ വെച്ച് നമ്മളൊക്കെ വിറച്ച്, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുന്ന സമയം നമ്മൾ ആകെ വിറയ്ക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഈ മാനസിക സമ്മർദ്ദം കഠിനമായിട്ട് പുറത്തേക്ക് ശാരീരികമായിട്ട് പ്രയോഗിക്കുന്ന സമയത്തിലാണ് ദേഷ്യം ഉണ്ടാവുക. ഇങ്ങനെ വരുന്ന ആ ദേഷ്യത്തിന് നമ്മൾ ചിലപ്പോൾ ഹിസ്റ്റീരിയയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചു എന്ന് വരാം. അങ്ങനെയൊക്കെ വരുന്നവർക്ക് നിരന്തരമായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു തെറാപ്പി അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിരന്തരമായിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ പ്രവർത്തിപ്പിച്ച് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് നമുക്ക് പോലും അറിയപ്പെടാത്തൊരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മനസ്സ് ഉത്കണ്ഠയിലേക്കും നൈരാശ്യത്തിലേക്കും കടുത്ത ക്ഷോഭത്തിലേക്കൊക്കെ എത്തിച്ചേരും. ഈ കടുത്ത ക്ഷോഭമൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ സാധിക്കുന്നത് കൈ കെട്ടിതെറിയുക, പിന്നെ മറ്റുള്ളവരോട് പ്രതികരിക്കുക, ചിലപ്പോൾ പോയിട്ട് വെള്ളത്തിൽ ചാടി ചാവാൻ തോന്നുക, ഇങ്ങനെയുള്ള പല പ്രതികരണങ്ങളും നമുക്ക് സംഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ കോപം അല്ലെങ്കിൽ ഈ ക്ഷോഭത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിവിധ രക്ഷാമാർഗങ്ങൾ നമ്മൾ സ്വയം തന്നെ ആവിഷ്കരിക്കുക. എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ദേഷ്യം വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ പറഞ്ഞു, അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ദേഷ്യം മാറി, വീണ്ടും നമ്മൾ പഴയ ഒരു സന്തോഷാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്കോ വന്നു. പക്ഷെ ഇങ്ങനെ അടിക്കടി നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ക്ഷോഭം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിന്റെ ബോഡി പ്രവർത്തനങ്ങളൊക്കെ നിലയ്ക്കും, മാനസിക പ്രവർത്തനങ്ങളൊക്കെ നിലയ്ക്കും. നമ്മൾ ആരായിത്തീരും? ഒരു ഭ്രാന്തനായിത്തീരും. അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക്, ക്ഷോഭത്തിലേക്ക് നിങ്ങൾ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട ഉത്കണ്ഠ മാർഗം, നമ്മുടെ ഉത്കണ്ഠകൾ കുറയ്ക്കുക. നമ്മൾ ദേഷ്യപ്പെടുന്നതിന് പകരം, ദേഷ്യം അത് ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും സാധിക്കില്ല. അതിന് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ട്. അതിനെ തെറാപ്പിയിലൂടെ, ഹിപ്നോ തെറാപ്പിയിലൂടെയും നമ്മൾ ചിലവർക്ക് കുറച്ച് സമയം ഉറങ്ങാൻ പറ്റാതെ വരിക, മറ്റുള്ള ഉത്കണ്ഠയായ പ്രശ്നങ്ങൾ, നിരന്തരം ബ്രെയിനിനെ ബാധിക്കുന്ന ആ ഒരു സ്ട്രെസ്, മാനസിക സമ്മർദ്ദം കൊണ്ട്, അത് ജോലിയാവാം, സാമ്പത്തിക പ്രശ്നമാവാം, കുടുംബമാവാം, ജീവിതമാവാം, പുറത്താവാം, സമൂഹത്തിൽ എങ്ങനെ ആയിക്കോട്ടെ, ആ നിരന്തരമായ സ്ട്രെസ് കൊണ്ട് ദേഷ്യവും കോപവും വരാൻ തുടങ്ങും, പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിന് ഉൾക്കണ്ടേ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ നമ്മൾ ഒരു കൗൺസിലറെ കണ്ടുപിടിച്ച്, നല്ലൊരു കൗൺസിലറെ കണ്ടുപിടിച്ച് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് ഒരു നല്ല ഹിപ്നോ തെറാപ്പിയിലൂടെ, ആ ഹിപ്നോ തെറാപ്പിയിലൂടെ പൊതുവെ വിദ്യാഭ്യാസ നിലവാരം കൂടുതലുള്ളതിലാണ് ഈ ദേഷ്യവും കോപവും ഒക്കെ കൂടുതൽ കാണുന്നത്. പിന്നെ ലഹരിക്കടിമപ്പെട്ടവര്, ഇങ്ങനെയുള്ളവർക്കൊക്കെ, ലഹരിക്കടിമപ്പെട്ടവരിലൊക്കെ ഏത് സമയം എന്തും സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഒരു നല്ല കൗൺസിലറുടെ അടുത്ത് കൊണ്ടുവന്ന് നല്ല വിധത്തിലുള്ള ഹിപ്നോ തെറാപ്പിയും ട്രീറ്റ്മെന്റിലൂടെ, മരുന്ന് കൊടുക്കാതെ തന്നെയുള്ള ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് അവരെ നല്ലൊരു വഴിയിലേക്ക്, ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞവരിലും ഇത് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നത്, അവരൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. വിദ്യാഭ്യാസം കൂടി സ്ട്രെസ് കൂടിയിട്ടും ഈ ഒരു അവസ്ഥ വരാം. അപ്പം അതുകൊണ്ട് ഈ രോഗത്തിന് കാരണമാകുന്ന കാരണം സ്വയം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ശരീരത്തിലേക്കും പ്രവഹിച്ച് നമുക്ക് പുറത്ത് സമൂഹത്തിലും നമ്മളത് അലയടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു നല്ല ഹിപ്നോ തെറാപ്പി കൗൺസിലിങ്ങിന് പോയി അത് കണ്ടുപിടിച്ച് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി ചില തരത്തിലുള്ള സുഖാവസ്ഥയിലേക്ക് നമ്മൾ മാറ്റണം. പ്ലാസിബോം എന്ന് പറയുന്നൊരു രോഗമുണ്ട്. അതിലേക്ക് എത്തിപ്പെടാതെ നമ്മുടെ ഈ ക്ഷോഭം അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന വികാരത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്.